എന്നാ പിന്നെ തുടങ്ങുകയല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അനിമേ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പലരും പലതരത്തിലുള്ള മെസ്സേജുകൾ അയക്കുകയും പുതിയ പുതിയ അനിമകളെക്കുറിച്ചുള്ള റിവ്യൂവും അനലൈസിങ്ങും ഒക്കെ നടത്തുകയും ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ മെസ്സേജിൽ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പലതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒന്ന് രണ്ട് പേര് വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, ചേട്ടാ ഇന്ന് വരെ അനിമേ കണ്ടിട്ടില്ല, ഞങ്ങൾ അനിമേ കണ്ടു തുടങ്ങാൻ പറ്റിയ ഒരു അനിമേ ചേട്ടനൊന്ന് പറഞ്ഞുതരാമോ? ആദ്യം കാണുന്നത് തന്നെ പാളിപ്പോയാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അനിമേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ചേട്ടൻ്റെ ഒരു സജഷൻ അനുസരിച്ച് ഒരു അനിമേ സെലക്ട് ചെയ്ത് തന്നാൽ ഞങ്ങൾ അത് കണ്ടു തുടങ്ങാം. പിന്നെ അത് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഞങ്ങളുമൊക്കെ അനിമയുടെ ആരാധകരായല്ലോ, ചേട്ടൻ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾക്ക് അനിമേ കാണണമെന്ന് തോന്നുന്നുണ്ട്, ഒരെണ്ണം ചേട്ടനൊന്ന് സജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആറ്റി കുറുക്കി ചിന്തിച്ച് കണ്ടതും വായിച്ചതും അറിഞ്ഞതും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തുടക്കക്കാർക്ക് പറ്റിയ അനിമ എന്ന് പറയുന്നത് ഡെത്ത് നോട്ടാണ്. ഡെത്ത് നോട്ട് കണ്ടു തുടങ്ങിയാൽ അവർ തീർച്ചയായിട്ടും ഈ അനിമയുടെ ആരാധകരായി മാറുകയും ഇനി കാണാനുള്ള അനിമകളൊക്കെ അവർ താല്പര്യപൂർവ്വം കണ്ട് അതിൻ്റെയും ഒക്കെ ആരാധകരായി തീരുവാനുള്ള സാധ്യതയുണ്ട്. തുടക്കക്കാർക്ക് എന്നുള്ളതല്ല, അനിമയെ ഒരുപാട് അനിമകൾ കണ്ടിട്ടുള്ളവർക്കും ഇതുവരെയും ഡെത്ത് നോട്ട് കണ്ടിട്ടില്ലാത്തവർക്കും ഒക്കെ ആവേശപൂർവ്വം ആകാംക്ഷാപൂർവ്വം കാണാൻ പറ്റിയ ഒരു അനിമയാണ് ഡെത്ത് നോട്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും ഡെത്ത് നോട്ടിനെ കുറിച്ചാണ്. വളരെ വ്യത്യസ്തമായ ഒരു അനിമയാണ് ഡെത്ത് നോട്ട്. അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ബാക്കിയുള്ള അനിമകളൊന്നും ഒട്ടും വ്യത്യസ്തമല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാ അനിമകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കി അതിൽ വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും കാഴ്ചകളെയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഭൂരിഭാഗം അനിമകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ചുമ്മയല്ല ഈ അനിമകൾ ഹോളിവുഡ് സിനിമകൾക്കൊക്കെ വെല്ലുവിളിയാകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഔപചാരികതയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഡെത്ത് നോട്ട് എന്ന് പറയുന്ന അനിമെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനിമെ ആണെന്ന് പറയാം. ഈ അനിമയിലെ നായകൻ എന്ന് പറയുന്നത് ലൈറ്റ് യഗാമിയാണ്. ലൈറ്റ് യഗാമി വളരെ ചെറു പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു കൗമാര പ്രായക്കാരനാണെന്ന് പറയാം. പുള്ളി ഒരു ജീനിയസ് ഒക്കെയാണ്. പുള്ളിക്ക് ഒരു ദിവസം ഒരു ബുക്ക് കളഞ്ഞു കിട്ടുകയാണ്. ആ ബുക്കിൻ്റെ പേരാണ് ഡെത്ത് നോട്ട്. ഈ ഡെത്ത് നോട്ട് പുള്ളി തുറന്നു വായിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് നല്ല മുഖപരിചയമുള്ള പേരറിയാവുന്ന ആരുടെയെങ്കിലും പേര് ഈ ഡെത്ത് നോട്ടിനകത്ത് എഴുതി കഴിഞ്ഞാൽ 40 സെക്കൻഡിനുള്ളിൽ ആ ആള് മരിച്ചു പോകും എന്നുള്ളതാണ്. ഇയാൾ എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം, എവിടെ വെച്ച് മരിക്കണമെന്നൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനം പോലും ഈ ബുക്കിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബുക്ക് യഥാർത്ഥത്തിൽ ഷിനിഗാമിയായ റിയൂക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ബുക്കാണ്. പുള്ളിയാണ് ഈ ബുക്ക് നിയന്ത്രിച്ചിരുന്നത്. ആ കാഷിയുടെ കയ്യിൽ നിന്നാണ് ഈ ബുക്ക് നമ്മുടെ ലൈറ്റിന് കിട്ടുന്നത്. ലൈറ്റിൻ്റെ കയ്യിലേക്ക് ഈ ഡെത്ത് നോട്ട് എത്തുന്നതോടുകൂടി റിയൂക്കും നമ്മുടെ ലൈറ്റിൻ്റെ കൂടെ കൂടുകയാണ്. ലൈറ്റ് ഈ ബുക്ക് വായിച്ച് ഇതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ജീനിയസായ ലൈറ്റ് ചിന്തിക്കുന്നത്, ലോകത്തിന് ദോഷം വരുത്തുന്ന ക്രിമിനലുകളെ മുഴുവൻ അങ്ങോട്ട് കൊന്നൊടുക്കാം എന്നുള്ളതാണ്. നമുക്കും പലപ്പോഴും പല പത്രവാർത്തകൾ വായിക്കുമ്പോഴും TV ചാനലുകളിൽ പല വാർത്തകളും ഒക്കെ കാണുമ്പോൾ പലരും ചെയ്തു കൂട്ടുന്ന ക്രൂരതകളും ക്രിമിനലിസവും ഒക്കെ കാണുമ്പോൾ ഇവനെയൊക്കെ കൊന്നുകളയാൻ ഇവിടെ ഒരു നിയമവും ഇല്ലേ എന്ന് നമുക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ബുക്ക് ലൈറ്റിൻ്റെ കയ്യിലേക്ക് വന്നു ചേർന്നപ്പോൾ ലൈറ്റ് ചിന്തിച്ചതും ആ തരത്തിൽ തന്നെയാണ്. ഭൂമിക്ക് ദോഷമുണ്ടാക്കുന്ന, മനുഷ്യൻ്റെ സമാധാന ജീവിതത്തിന് വിഘ്നം വരുത്തുന്ന ക്രിമിനലുകളെയൊക്കെ അങ്ങോട്ട് കൊന്നുകളയുക. പുള്ളിക്കറിയാവുന്ന അല്ലെങ്കിൽ ആ നാട്ടിൽ ദോഷമുണ്ടാക്കുന്ന ക്രിമിനലുകളെയൊക്കെ തിരഞ്ഞു പിടിച്ച് നമ്മുടെ ലൈറ്റ് ഡെത്ത് നോട്ടിൻ്റെ സഹായത്തോടുകൂടി കൊല്ലാൻ ശ്രമിക്കുന്നു. തുടർച്ചയായിട്ട് ജപ്പാനിൽ ക്രിമിനലുകൾ കൊല ചെയ്യപ്പെടുവാൻ തുടങ്ങിയതോടുകൂടി അധികാരികൾ അന്വേഷണം ആരംഭിച്ചു. അധികാരികളുടെയും നിയമത്തിൻ്റെ മുന്നിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അവൻ ക്രിമിനൽ ആയാലും സാധാരണക്കാരനായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊല തന്നെയാണ്. അവർ ഒരു ടാസ്ക് ഫോഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ കൊലപാതകങ്ങൾ നടത്തുന്ന ആളിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇത്രയും കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞതോടുകൂടി നമ്മുടെ ലൈറ്റിന് മറ്റൊരു പേര് കൂടെ വീണ് കിട്ടി. കിര എന്നാണ് ആ പേര്. ഈ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയ ജപ്പാൻ അധികാരികൾ ഇതിനൊരു തലവനെ നിശ്ചയിച്ചു. എൽ എന്നാണ് ആ തലവൻ്റെ പേര്. എല്ലാ അന്വേഷണവുമായിട്ട് മുന്നോട്ട് വരികയും നമ്മുടെ ലൈറ്റിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഈ സീരീസിലെ മുഴുവൻ ഭാഗങ്ങളും എന്ന് പറയുന്നത്.
ശരിക്കു പറഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമാണ് ഈ സീരീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലൈറ്റും എല്ലും ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഗെയിം. ഒരാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ മറ്റൊരാൾ നടത്തുന്ന ശ്രമവും അയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഇയാൾ നടത്തുന്ന ശ്രമവും ഒക്കെയാണ് ഇതിൻ്റെ നമ്മളെയൊക്കെ ത്രസിപ്പിക്കുന്ന ഭാഗങ്ങൾ. നിങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് ഒരു ഹിന്ദി ഫിലിം ഇറങ്ങിയതറിയും, വിക്രം വേദ. അതിനു മുമ്പ് അതിൻ്റെ തമിഴ് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, അതും വിക്രം വേദ തന്നെയാണ്. മാധവനും നമ്മുടെ വിജയ് സേതുപതിയും ഒക്കെ അഭിനയിച്ച സിനിമ. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം കള്ളനും പോലീസും കളി. കള്ളനും പോലീസും കളിയിലെ മൈൻഡ് ഗെയിം, വില്ലൻ്റെ കാഴ്ചകളും അല്ലെങ്കിൽ വില്ലൻ നടത്തുന്ന ബുദ്ധിപരമായ നീക്കങ്ങളും അതിനെ പൊളിക്കാനുമായിട്ട് പോലീസുകാരൻ നടത്തുന്ന നീക്കങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിച്ചൊരു സിനിമയാണ് ഈ വിക്രം വേദ എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ചിന്തിച്ചെത്താൻ പറ്റാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളിൽ നിന്ന് ട്വിസ്റ്റുകളിലേക്ക് പോയ ഒരു സിനിമയാണ് ഈ വിക്രം വേദ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉൾപ്പെടെ അതിന് അനുയോജ്യമായ രീതിയിൽ എടുത്ത് നമ്മളെ ഞെട്ടിപ്പിച്ച് വമ്പൻ വിജയം നേടിയ ഒരു സിനിമയാണ് വിക്രം വേദ. ആ വിക്രം വേദ കണ്ടിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഒരു 10, 25, 50 ഇരട്ടി ത്രില്ലിംഗ് ആയ മൈൻഡ് ഗെയിം കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഡെത്ത് നോട്ട് കാണണം. അതിലെ എല്ലും ലൈറ്റുമായിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് അതിഗംഭീരമെന്നല്ല, അത് വിശദീകരിക്കാൻ ശരിക്കും ഒരു വാക്കില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണിത്. ഒരു മൈൻഡ് ഗെയിം എന്നുള്ളതിലുപരി ഇതൊരു മനോഹരമായ കുറ്റാന്വേഷണ കഥ കൂടിയാണ്. ശരിക്ക് ഒരു കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ കുറ്റാന്വേഷകരോ ഏതൊക്കെ തരത്തിലുള്ള ടൂളുകൾ അല്ലെങ്കിൽ അന്വേഷണ രീതികൾ അവലംബിക്കും എന്നുള്ളത് അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, കണ്ട് അത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെത്ത് നോട്ട് കാണണം. സാധാരണയായിട്ട് നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമകളുടെ റിവ്യൂകളൊക്കെ കാണുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു ക്ലീഷേ ഡയലോഗാണ് തിരക്കഥ പോരാ എന്നുള്ളത്. തിരക്കഥ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ ഈ സിനിമ ഗംഭീരമായേനെ എന്നൊക്കെ ഒരുപാട് പേര് റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് ഒരു ടിവിയുടെയോ മറ്റോ മുന്നിലിരുത്തിയിട്ട് ഡെത്ത് നോട്ടിൻ്റെ എപ്പിസോഡുകൾ സീരീസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും തിരക്കഥ എന്താണെന്നും തിരക്കഥ രചന എന്താണെന്നും ഒക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥ എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് തിരക്കഥ ഉള്ള ഒരു സംവിധാനമാണ് ഈ ഡെത്ത് നോട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും പിടിതരാത്ത തരത്തിലുള്ള കഥാഗതികൾ നിറച്ചു വെച്ച് കഥാപാത്രങ്ങളുടെ വർണ്ണനകളിലായാലും സാഹചര്യങ്ങളിലായാലും കഥയുടെ പോക്കായാലും ഒരിക്കലും ഒരു പ്രേക്ഷകനും ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതിവേഗതയിലുള്ള ഹൈ സ്പീഡിലുള്ള ഒരു തിരക്കഥയാണ് ഡെത്ത് നോട്ടിനുള്ളത്. ശരിക്ക് തിരക്കഥ പോരാ എന്നുള്ളവർ ഡെത്ത് നോട്ട് കണ്ടാൽ തിരക്കഥ പോരാ എന്ന് പറയാനുള്ള ആംപിയർ അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും ഡെത്ത് നോട്ട് കാണുമ്പോൾ ഇതിൽ ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നൊരു കൺഫ്യൂഷൻ കാണുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകും. ലൈറ്റാണ് നായകനെന്ന് നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈറ്റ് ക്രിമിനലുകളെയൊക്കെ കൊന്നൊടുക്കി മുന്നേറുന്നതും ലൈറ്റിനെ പിടിക്കാനായിട്ട് ടാസ്ക് ഫോഴ്സ് തലവനായിട്ട് എല്ല് വരുന്നതും ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഈ കഥാപാത്രങ്ങൾ വികസിക്കുമ്പോൾ കഥ വികസിക്കുമ്പോൾ ലൈറ്റ് നായകനാണോ വില്ലനാണോ, എല്ല് നായകനാണോ വില്ലനാണോ എന്നൊക്കെയുള്ളൊരു വലിയ കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. ഇവരുടെ പ്രവൃത്തികളും ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ ശരിക്കും പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഈ ഡെത്ത് നോട്ട് കണ്ടു തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കഥാപാത്രങ്ങളെ വളരെ മനോഹരമായി എഴുതി അവതരിപ്പിച്ച് ചിത്രീകരിച്ച് അതിഗംഭീരമായിട്ടുള്ള BGMൻ്റെ അകമ്പടിയോട് കൂടിയാണ് ഡെത്ത് നോട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഡെത്ത് നോട്ട് കാണുവാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഡെത്ത് നോട്ടിൻ്റെ 37 എപ്പിസോഡുകളും അവൈലബിൾ ആണ്. സീരീസിൻ്റെ എല്ലാ എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിൽ കിടപ്പുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഇല്ലാത്തവർക്ക് യൂട്യൂബിലും ഇത് കാണാം. യൂട്യൂബിൽ 37 എപ്പിസോഡുകൾ അവൈലബിൾ ആണ്. ഈ സീരീസിൻ്റെ പല ഭാഗങ്ങളും മലയാളത്തിൽ ഡബ് ചെയ്തിട്ടതും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഭാഷ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇത് കാണാൻ നിൽക്കണ്ട എന്നൊന്നും ഭയക്കണ്ട. നേരെ പോയിട്ട് ഡബ്ഡ് വെർഷൻ എടുത്ത് കണ്ടാലും മതി. മനോഹരമായിട്ട് തന്നെ ആ വെർഷൻസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വെർഷനുകളൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുവാൻ പോകുന്ന ആൾക്കാർക്ക് അനിമകൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ അനിമയുടെ ആദ്യത്തെ കാഴ്ചക്കാരനോ കാഴ്ചക്കാരിയോ ആകുവാൻ തുടങ്ങുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഡെത്ത് നോട്ട് തന്നെയാണ്. 2003 മുതൽ 2006 വരെയാണ് വീക്കിലി ഷാനൻ ജമ്പ് എന്ന് പറയുന്ന മാംഗ മാഗസിനിൽ നമ്മുടെ ഡെത്ത് നോട്ട് സീരിയലൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്തത്.
108 വോളിയൂംസ് ആണ് ഇതിൻ്റേതായിട്ട് മാംഗ മാഗസിനിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇതിനെ 2006 തന്നെ നിപ്പോൺ ടോക്കിയോ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിൽ സീരിയലൈസ് ചെയ്ത് അനിമെ ആക്കിയിട്ട് 37 എപ്പിസോഡുകളായിട്ട് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2017 അമേരിക്കൻ ടെലിവിഷനിലൂടെയൊക്കെ ഇത് പുറത്തു വന്നത്. അപ്പോൾ മുതൽ തന്നെ നെറ്റ്ഫ്ലിക്സ് ഈ ഡെത്ത് നോട്ട് എന്ന് പറയുന്ന അനിമെ അവരുടെ OTT പ്ലാറ്റ്ഫോം വഴി ടെലികാസ്റ്റ് ചെയ്യുവാനും തുടങ്ങിയിട്ടുണ്ട്. ഡെത്ത് നോട്ട് പോലെയുള്ളൊരു അനിമെ കണ്ടു തുടങ്ങുന്നത് എന്തുകൊണ്ടും അനിമെ പ്രേക്ഷകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള മേക്കിങ്ങിലൂടെയൊക്കെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന അനിമകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഗണത്തിൽ പെടുത്താവുന്ന അനിമെ തന്നെയാണ് ഡെത്ത് നോട്ട്. ശരിക്കും അനിമകൾ കാണുവാനും എൻജോയ് ചെയ്യുവാനും ആസ്വദിക്കാനും അതിൻ്റെ സ്ഥിരം പ്രേക്ഷകരാകുവാനും ഒക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനിമെ എന്തോന്ന്, അല്ലെങ്കിൽ അനിമെ എന്തിനാ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന, ഇന്ന് വരെ അനിമെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഡെത്ത് നോട്ട് കണ്ട് ഒന്ന് ആസ്വദിക്കാവുന്നതാണ്. ഒരു ചാപ്റ്ററെങ്കിലും അല്ലെങ്കിൽ ഒരു എപ്പിസോഡെങ്കിലും ഡെത്ത് നോട്ടിൻ്റേത് നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ഡെത്ത് നോട്ടിൻ്റെ 37 എപ്പിസോഡുകളും നിങ്ങൾ കണ്ടിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അനിമകളുടെ ചരിത്രത്തിലെ ഒരു മുട്ടൻ ചരിത്രം തന്നെയാണ് ഡെത്ത് നോട്ട്.